Dear students, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് DQ or double-ended queue or duck and how we can implement DQ using arrays. Okay, DQ or duck. A DQ is a linear data structure which stands for double-ended queue. A double-ended queue എന്ന് പറയുന്ന ഡാറ്റാ സ്ട്രക്ചറിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് DQ എന്നും duck എന്നും പറയുന്നത്. So, what is the difference between the normal queue and double-ended queue? Unlike queue, where the data can be only inserted from one end and deleted from other end. അത് നോർമൽ ക്യൂവിൻ്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എൻഡിൽ കൂടെ ഡാറ്റ ഇൻസേർട്ട് ചെയ്യും മറു എൻഡിൽ കൂടെ ഡാറ്റ റിമൂവ് ചെയ്യുകയും ചെയ്യുന്ന ടെക്നിക്കാണ് നമ്മൾ നോർമൽ ഡാറ്റ ക്യൂവിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ. In DQ, the data can be inserted and deleted from both the front and rear ends. അപ്പോൾ ഒരു ക്യൂവിൻ്റെ രണ്ട് സൈഡിൽ കൂടെ ഡാറ്റ ഇൻസേർട്ട് ചെയ്യും രണ്ട് സൈഡിൽ കൂടെ ഡാറ്റ ഡിലീറ്റും ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് നമ്മൾ ഡബിൾ എൻഡഡ് ക്യൂവിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യൂ ആൻഡ് ഡബിൾ എൻഡഡ് ക്യൂ. ഇൻ നോർമൽ ക്യൂ the data can be inserted from one end and deleted from other end. But in DQ, the data can be inserted and deleted from both front end and rear ends. ഈ ഫ്രണ്ട് എൻഡ് റിയർ എൻഡ് നമുക്കറിയാം, ഇതിനകത്ത് രണ്ട് പോയിന്റർ ഉണ്ട്, ക്യൂവിന് രണ്ട് പോയിന്റേഴ്സ് ഉണ്ട്, ഒന്ന് ഫ്രണ്ടും റിയറും. അപ്പോൾ ഒരു എൻഡിനെ നമ്മൾ ഫ്രണ്ട് എന്നും മറ്റേ എൻഡിന് റിയർ എന്നും നമ്മൾ അസ്യൂം ചെയ്യുന്നു. അത് ഈ സൈഡ് തന്നെ ഫ്രണ്ട് ആവണം, ഈ സൈഡ് തന്നെ റിയർ ആവണം എന്നൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളൊരു സൈഡിനെ ഫ്രണ്ടും മറ്റു സൈഡിനെ റിയറുമായിട്ട് അസ്യൂം ചെയ്യും. എന്നിട്ട് നമ്മൾ പറയാണ് രണ്ട് സൈഡിൽ കൂടെ നമുക്ക് ഡാറ്റ ഇൻസേർട്ടും ചെയ്യാം ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. നോർമൽ ക്യൂവിൽ ഒരു സൈഡിൽ കൂടെ ഇൻസേർട്ട് ചെയ്യുന്നു, മറു സൈഡിൽ കൂടെ ഡിലീറ്റും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ സർക്കുലാർ ക്യൂ അറിയാം. അപ്പോൾ നോർമൽ ക്യൂ സർക്കുലാർ ക്യൂ തമ്മിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നോർമൽ ക്യൂവിൽ ഇൻസേർട്ട് ചെയ്ത് മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുള്ള് റിമൂവ് ചെയ്ത് കളഞ്ഞെങ്കിൽ മാത്രമേ വീണ്ടും ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഇൻ സർക്കുലാർ ക്യൂ ഒരു ഫുൾ ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഒരു എലമെന്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് അതിനകത്തോട്ട് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. നോർമൽ ക്യൂവിൽ ഫുൾ ഡാറ്റ റിമൂവ് ചെയ്ത് കളഞ്ഞെങ്കിൽ മാത്രമേ വീണ്ടും അതിനകത്തോട്ട് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ പറ്റൂ. കാരണം ആ കണ്ടീഷനിലാണ് റിയറും ഫ്രണ്ടിനെ നമ്മൾ -1ലേക്ക് കൊണ്ടുപോകുന്നത്. ഫുൾ ഡാറ്റ റിമൂവ് ചെയ്തെങ്കിൽ മാത്രമേ റിയറും ഫ്രണ്ടും -1ലേക്ക് പോവുള്ളൂ. ബട്ട് ഇൻ സർക്കുലാർ ക്യൂ എന്ന് തൊട്ട് പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ ഒരു എലമെന്റ് എങ്കിലും അതിനകത്ത് നിന്ന് ഫുൾ കണ്ടീഷനിൽ നിന്ന് ഒരു എലമെന്റ് എങ്കിലും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതിനകത്തോട്ട് എലമെന്റ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അത് കാരണം അതിന്റെ റിയർ എൻഡും ഫ്രണ്ട് എൻഡും കൂടെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. മനസ്സിലായില്ല? അത് നമ്മൾ നോക്കിയാൽ മതി, റെഫർ ചെയ്താൽ മതി. കാരണം ഈ ഡബിൾ എൻഡഡ് ക്യൂ ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് സർക്കുലാർ ക്യൂ ആണ്. അപ്പോൾ ഇവിടെ രണ്ട് സൈഡിൽ കൂടെ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോർമലി നമ്മളൊരു ക്യൂ ഫങ്ഷൻ ചെയ്യുന്നത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ ആണ്. പക്ഷെ ഇവിടെ നമ്മൾ രണ്ട് സൈഡിൽ കൂടെ ഡാറ്റ ഇൻസേർട്ട് ചെയ്യും ഡിലീറ്റ് ചെയ്യുന്നതുകൊണ്ട് we can say that it is not completely follow first in first out. അപ്പോൾ ഇത് ഫോളോ ചെയ്യുന്ന ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് വഴി ഫോളോ ചെയ്യും, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അതായത് സ്റ്റാക്കിന്റെ ടെക്നിക്കും നമ്മൾ ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അത് എന്താണെന്ന് നിങ്ങൾക്ക് ഇതിന്റെ എക്സാമ്പിൾ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ 100% it is not functioning similar to the queue first in first out manner. Okay. Then what are the operations? അപ്പോൾ ഈ ഓപ്പറേഷൻസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ക്യൂ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കണ്ടീഷൻസ്, ഇനിഷ്യൽ കണ്ടീഷൻ, ഒരു ക്യൂ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഒരു അറേ ഡിക്ലെയർ ചെയ്യുന്നു. അതിനൊരു സൈസ് ഉണ്ട്, സൈസ് ഈസ് മാക്സിമം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 5 ആണ്. 5 ആയി കഴിഞ്ഞാൽ 0, 1, 2, 3, 4 ടോട്ടൽ 5 ലൊക്കേഷൻ, ദാറ്റ് ഈസ് ദ മാക്സിമം 4. 4 എന്ന് പറഞ്ഞാൽ മാക്സ് -1 ആണ് 4. കാരണം ഇൻഡെക്സ് പൊസിഷൻ ഈ സ്റ്റാർട്ടിങ് ഫ്രം 0. അത് ഉള്ളൊരു അറേ ഡിക്ലെയർ ചെയ്യുന്നു. ദെൻ 2 പോയിന്റേഴ്സ് ഫ്രണ്ട് ആൻഡ് റിയർ. അപ്പോൾ ഇത് ക്യൂ പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരണം ഫ്രണ്ടും റിയറും വരണം. സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ ടോപ്പ് എന്ന് പറയണം. അപ്പോൾ ഈ രണ്ട് പോയിന്റേഴ്സ് ആണ് നമ്മൾ ഈ ക്യൂവിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പം ഈ രണ്ട് ഫ്രണ്ടും റിയറും ഇനിഷ്യലി വി അസൈൻസ് -1 ടു ഫ്രണ്ട് ആൻഡ് റിയർ ബിക്കോസ് ദ ക്യൂ ഈസ് എംപ്റ്റി. ഈ ക്യൂ എംപ്റ്റി കണ്ടീഷനിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ടിനെയും റിയറിനെയും
-1ലേക്ക് സെറ്റ് ചെയ്യും. അപ്പോൾ ഒരു ഡാറ്റാ സ്ട്രക്ചർ അറേ ഡിക്ലെയർ ചെയ്ത ഉടനെ ആദ്യം ചെയ്യേണ്ടതാണ് അതിൻ്റെ റിയറും ഫ്രണ്ടിനെയും -1ലേക്ക് കൊണ്ടുവരിക. ഇനി നമുക്കറിയാം നമ്മൾ ക്യൂവിലേക്ക് എലമെന്റ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അത് ഫുൾ ആണോ എന്ന് ചെക്ക് ചെയ്യും, അതുപോലെ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് അത് എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യും. കാരണം ഈ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫുൾ ആണോ എന്ന് ചെക്ക് ചെയ്തെങ്കിൽ മാത്രമേ അതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഡിലീറ്റ് ചെയ്യുമ്പോഴും അത് എം ടി ആണോ ഇല്ലെന്ന് ചെക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഡിലീറ്റ് ചെയ്യാൻ പറ്റൂ. കാരണം എം ടി ആയിട്ടുള്ള ഒരു ക്യൂവിൽ നിന്ന് നമുക്ക് ഒരു ഡാറ്റ ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇത് നോർമൽ ചെക്ക് പ്രൊസീജിയറാണ്. അതിൽ എങ്ങനെയാണ് എം ടി കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്? എം ടി കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതിനകത്ത് രണ്ട് സൈഡിൽ കൂടെ നമ്മൾ ഡാറ്റ ഇൻസെർട്ട് ചെയ്യുന്നു. സപ്പോസ് ദിസ് എൻഡ് ഈസ് കൺസിഡർ ആസ് ഫ്രണ്ട് ആൻഡ് ദിസ് എൻഡ് ഈസ് കൺസിഡറിങ് ആസ് റിയർ. അപ്പം നമ്മൾ രണ്ട് സൈഡിൽ കൂടെ, ഈ സൈഡിൽ കൂടെ ഫ്രണ്ട് സൈഡിൽ കൂടെയും റിയർ സൈഡിൽ കൂടെയും നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് എം ടി, അതുപോലെ ഡിലീറ്റ് ചെയ്യുമ്പോഴും ഈ സൈഡിൽ കൂടെ, ഈ ഫ്രണ്ട് സൈഡിൽ കൂടെയും റിയർ സൈഡിൽ കൂടെയും ഡാറ്റ ഡിലീറ്റും ചെയ്യുന്നു. അപ്പോൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ രണ്ട് സൈഡിൽ കൂടെ നടക്കുന്നത് കൊണ്ട് നമ്മൾ ഇതിൻ്റെ എം ടി കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്, നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുമ്പോൾ ചെക്ക് വെദർ ഫ്രണ്ട് ഈസ് -1 ഓർ നോട്ട്. ഇഫ് ഇറ്റ് ഈസ് -1 we assume that the queue is empty. ഇനി മറു സൈഡിൽ കൂടെ, റിയർ സൈഡിൽ കൂടെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ we will check whether rear is -1 or not. If it is -1, we assume that the queue is empty. Otherwise, it is not empty. അപ്പോൾ രണ്ട് സൈഡിൽ കൂടെയും ഡിലീഷൻ നടക്കുന്നത് കൊണ്ട് ഈ രണ്ട് രീതിയിലാണ് നമ്മൾ ഫ്രണ്ടും റിയറിൻ്റെയും വാല്യൂ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എം ടി ആണോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഫ്രണ്ടിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നതുകൊണ്ട് we will check front is -1 or not. If it is -1, we assume that the queue is empty. അപ്പോൾ ഇതാണ് എം ടി കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഈസ് ഫുൾ. അതായത് നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നടക്കുന്ന ഓപ്പറേഷൻ ആണ്. ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നടക്കുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുന്നേ we will check whether the queue is full or not. കാരണം ഫുൾ ആയിരിക്കുന്ന ഒരു ക്യൂവിലേക്ക് നമുക്ക് ഒരിക്കലും ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം ഇതെങ്ങനെയാണ് ഫുൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്? അത് നോർമലി ക്യൂവിൽ ചെയ്യുന്ന അതേ തന്നെയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ക്യൂ ആണ്. ഈ ക്യൂവിൽ ഫുൾ ഡാറ്റ ഇരിപ്പുണ്ട്. ഫ്രണ്ട് ഇരിക്കുന്ന 0യിലും റിയർ ഇരിക്കുന്ന മാക്സിമം -1 4ലുമാണ്. മാക്സ് 5 ആണ്, 5 -1 4ലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ലൊക്കേഷനും ഫ്രീ ഇല്ല. അപ്പോൾ ഇതൊരു കണ്ടീഷനാണ്, ഈ ക്യൂ ഫുൾ ആവുന്നോ ഇല്ലയോ എന്നുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. ഇഫ് ദ ഫ്രണ്ട് ഈസ് അറ്റ് ദ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ്, ദാറ്റ് ഈസ് ഫ്രണ്ട് ഈസ് 0 ആൻഡ് ദ റിയർ ഈസ് അറ്റ് ദ ലാസ്റ്റ് ഇൻഡെക്സ്, ദാറ്റ് ഈസ് റിയർ ഈസ് മാക്സ് -1. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ആണ് ദ ക്യൂ ഈസ് ഫുൾ എന്ന് പറയുന്ന കണ്ടീഷൻ. ഓർ ഇനിയൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് ഇരിക്കുന്നത് ഈ പൊസിഷനിലും റിയർ ഇരിക്കുന്നത് ഇവിടെയാണ്. മനസ്സിലായി? ഫ്രണ്ട് ഇരിക്കുന്നത് ഈ കണ്ടീഷനും റിയർ ഇരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതെങ്ങനെ ഇവിടെ എത്തി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതെങ്ങനെ ഇങ്ങനെ ആവും? കാരണം ഇവിടെ ഫ്രണ്ട് ഇരിക്കുന്ന ഫ്രണ്ട് എങ്ങനെ ഇവിടെ വരും, അതുപോലെ ഇവിടെ ഇരിക്കുന്ന റിയർ എങ്ങനെ ഇത് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വരും എന്നുള്ളത് അത് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തും ഫുള്ള് വാല്യൂ ആണ്. അതായത് ഫ്രണ്ട് എന്ന് പറയുന്നത് ഇതാണ് കണ്ടീഷൻ. ഫ്രണ്ട് ഈസ് എഹെഡ് ഓഫ് റിയർ ബൈ 1 യൂണിറ്റ്. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ റിയറിനേക്കാൾ 1 യൂണിറ്റ് ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അതായത് ഫ്രണ്ട് ഇസ് ഈക്വൽ ടു റിയർ പ്ലസ് 1 ആണെങ്കിലും ദ ക്യൂ ഈസ് ഫുൾ. മനസ്സിലായത്? ഇത് ക്യൂ ഈസ് ഫുൾ ആണ്. ഇത് നിങ്ങൾ സർക്കുലർ ക്യൂവിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്, ഇതെങ്ങനെ ഈ കണ്ടീഷനിലേക്ക് വരുന്നു എന്നുള്ളത്. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനാണ് നമ്മൾ ഈ ക്യൂ ഫുൾ ആണോ ഇല്ലയോ എന്ന് പറയുന്നത് ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനെ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ ക്യൂ ഫുൾ ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത്, first condition is front is equal to 0 and rear is max -1. That is one condition. Another condition is front is equal to rear plus 1. ഫ്രണ്ട് എന്ന് പറയുന്നത് ഇപ്പം എന്തെങ്കിലും 2, റിയർ എന്ന് പറയുന്നത് 1. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഈ 1 + 1 2ലാണ് നിൽക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് ദ ക്യൂ ഈസ് ഫുൾ.
അപ്പോൾ ഈ രണ്ട് കണ്ടീഷനാണ് നമ്മൾ ക്യൂവിനെ അല്ലെങ്കിൽ ഡബിളിൻ്റെ ക്യൂവിനെ ഫുൾ കണ്ടീഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്, ഫുൾ ആണോ ഇല്ലെന്ന് ചെക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ എൻ ക്യൂ ഇൻസേർട്ട് അറ്റ് ദി ഫ്രണ്ട്, നമ്മൾ എൻ ക്യൂ ആണ്, എൻ ക്യൂ ഫ്രണ്ട്. എൻ ക്യൂ ത്രൂ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഫ്രണ്ട് സൈഡിൽ കൂടെ നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്ന ഓപ്പറേഷൻസ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ അൽഗോരിതമാണ് എഴുതിയിരിക്കുന്നത്. ഒരു അലൈൻമെന്റിന്റെ ഇഷ്യൂ ഉണ്ട്. ഒന്നുകൂടെ റീ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് തന്നെ ഒരു അലൈൻമെന്റിന്റെ വിഷയം വരുന്നുണ്ട് ഇതിനകത്ത്. ഓക്കെ, ഇപ്പൊ ഫ്രണ്ട്, this operation adds an element at the front end. ഫ്രണ്ട് എൻഡിൽ നിന്നും നമ്മളൊരു എലമെന്റ് ആഡ് ചെയ്യുന്ന ഓപ്പറേഷൻ ആണ് ഇൻസേർട്ട് അറ്റ് ദി ഫ്രണ്ട് എൻഡ്. അവിടെ എന്താണ് ഓപ്പറേഷൻ ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ള പ്രൊസീജിയറാണ് നമുക്ക് ഇവിടെ എ മുതൽ ഇ വരെ ഉണ്ട്. ഇത്രയും പ്രൊസീജിയർ വഴിയാണ് നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് നടക്കുന്ന ഓപ്പറേഷൻസ്. ആദ്യം ചെക്ക് ചെയ്യുന്നത് നോർമലി ചെക്ക് ദ ഡി ക്യൂ ഈസ് ഫുൾ ഓർ നോട്ട്. ചെക്ക് ഫുൾ ആണോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യുന്ന അൽഗോരിതം എന്താ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ അൽഗോരിതമാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ആ കണ്ടീഷനാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ദാറ്റ് ഈസ് ദ ചെക്ക് ദ ഇൻസേർഷൻ ഓപ്പറേഷൻ കനോട്ട് ബി പെർഫോംഡ് ഓവർഫ്ലോ കണ്ടീഷനാണ്. അതായത് ഫ്രണ്ട് സീറോയിലും റിയർ മാക്സ് മൈനസ് 1 ഓർ ഫ്രണ്ട് ഈസ് ഈക്വൽ ടു റിയർ പ്ലസ് 1 എന്ന് പറയുന്നത് ഈ രണ്ട് കണ്ടീഷനിലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഈ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ ദാറ്റ് മീൻസ് ദ ക്യൂ ഈസ് ഫുൾ. അതർവൈസ് അല്ലെങ്കിൽ മാത്രമേ ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എ എന്നുള്ള പാർട്ട് ട്രൂ ആണെങ്കിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അല്ല എങ്കിൽ എൽസ് ചെക്ക് ഇഫ് ദ ക്യൂ ഈസ് എം ടി. ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ക്യൂ എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യണം. ക്യൂ എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞു ഫ്രണ്ട് സൈഡിൽ നിന്നാണെങ്കിൽ ഫ്രണ്ട് -1 ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇൻസേർട്ട് ഫ്രം റിയർ എൻഡ് ആണെങ്കിൽ നമ്മൾ റിയർ ഇസ് ഈക്വൽ ടു -1 ആണെന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻസേർട്ട് ഫ്രം ഫ്രണ്ട് എൻഡ് ആണ്. ഫ്രണ്ട് എൻഡ് ആയതുകൊണ്ട് നമ്മൾ എം ടി കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് ചെക്ക് വെദർ ഫ്രണ്ട് ഇസ് ഈക്വൽ ടു -1 ഓർ നോട്ട്. ഇഫ് -1 ആണെങ്കിൽ ദാറ്റ് മീൻസ് ദ ക്യൂ ഈസ് എം ടി. ദെൻ സെറ്റ് ഫ്രണ്ട് ആൻഡ് റിയർ ടു 0. അപ്പോൾ ഫ്രണ്ട് -1 ആണെങ്കിൽ ഫ്രണ്ടിനെയും റിയറിനെയും -1 സീറോയിലേക്ക് സെറ്റ് ചെയ്യുന്നു. ഫ്രണ്ട് -1 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി റിയറും -1 ആയിരിക്കും. റിയറിന് വേറെ വാല്യൂ വരത്തില്ല. കാരണം നമ്മൾ ഇനിഷ്യലി ഫ്രണ്ടിനെയും റിയറിനെയും -1ൽ പ്ലേസ് ചെയ്തിരിക്കുക. അപ്പോൾ ഫ്രണ്ട് -1 ആണെങ്കിൽ റിയർ വിൽ ഓട്ടോമാറ്റിക്കലി -1 ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ചെക്കിംഗ് ഇവിടെ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഫ്രണ്ട് ഈസ് ഈക്വൽ ടു -1 ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഫ്രണ്ടിനെയും റിയറിനെയും സീറോയിലേക്ക് സെറ്റ് ചെയ്യുന്നു. ഫ്രണ്ട് ഇസ് ഈക്വൽ ടു 0 ആൻഡ് റിയർ ഇസ് ഈക്വൽ ടു 0. അതാണ് ഈ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതാണ്. എം ടി ആണെങ്കിൽ ഫ്രണ്ടിനെയും റിയറിനെയും 0 ആക്കുന്നു. മനസ്സിലായില്ലേ? അതായത് ഇവിടെ ഇരിക്കുന്ന ഫ്രണ്ടിനെ നമ്മൾ നേരെ ഫ്രണ്ടിന് 0th ഇൻഡെക്സിലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ നോക്കിയാൽ ഇത് നേരെ -1ലാണ് ഇരുന്നത്. അത് നേരെ ഈ സ്റ്റെപ്പ് കഴിയുമ്പോൾ ഫ്രണ്ടും റിയറും 0യിലേക്ക് പോയിന്റ് ചെയ്യും. അതും അല്ലെങ്കിൽ എം ടി അല്ലെങ്കിൽ ചെക്ക് ഇഫ് ദ ഫ്രണ്ട് ഈസ് അറ്റ് ഇൻഡെക്സ് 0. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ ഇൻഡെക്സ് നിലവിൽ ഫ്രണ്ട് പോയിന്റ് ചെയ്തിരിക്കുന്നത് ഈ 0th ഇൻഡെക്സിലായിരുന്നു എങ്കിൽ, അതായത് ഇത് 0th ഇൻഡെക്സിലാണെങ്കിൽ ഒരു വാല്യൂ ഇതിനകത്ത് ഇരിപ്പുണ്ട്. നമ്മൾ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ഒരു വാല്യൂ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് അതവിടെ ഫ്രണ്ട് ഈ 0യിൽ ഇരിക്കുന്നത്. ഇനി 0യിലാണ് ഇരിക്കുന്നതും ഫ്രണ്ട് 0യിലാണ് ഇരിക്കുന്നത്, നമ്മൾ ഫ്രണ്ട് വഴിയാണ് ഇൻസേർട്ട് ചെയ്യുന്നത് എങ്കിൽ പിന്നെ നടത്തുന്ന ഓപ്പറേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ദെൻ സെറ്റ് ഫ്രണ്ട് ടു മാക്സ് -1. ഇവിടെ ഇരിക്കുന്ന ഫ്രണ്ടിനെ നേരെ എടുത്ത് ഇവിടെ കൊണ്ടുവരികയാണ്. കാരണം ഇൻസേർഷൻ നടക്കുന്നത് ഇങ്ങനെ ബാക്കിലേക്കാണ്. ഫ്രണ്ട് വഴി ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ടിന്റെ ഇൻഡെക്സ് ബാക്കിലേക്കാണ് പോകുന്നത്. റിയർ വഴി ചെയ്യണമെങ്കിൽ റിയർ അഡ്വാൻസ് ചെയ്ത് പോകും. ഇപ്പോൾ ഫ്രണ്ട് വഴിയാണ് ചെയ്യുന്നതെങ്കിൽ ഫ്രണ്ട് ബാക്കിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ഒരു ഇൻസേർട്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെയും ഫ്രണ്ട് വഴിയാണ് ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഇരിക്കുന്ന ഫ്രണ്ട് വിൽ പോയിന്റ് ടു ദ മാക്സിമം അതർ എൻഡിലേക്ക് പോകും.
ദെൻ അവിടെ വന്നിട്ട് വീണ്ടും ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് നേരെ തൊട്ട് പ്രീവിയസിലേക്ക് പോകും. പിന്നെ ഇനി ബാക്കിലേക്ക് വരും. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇതിങ്ങനെ കറങ്ങി ഇവിടെ വന്ന് ഈ ഫ്രണ്ട് ഇവിടെ എത്തിയത്. മനസ്സിലായില്ലേ? അപ്പോൾ ഫ്രണ്ട് സീറോയിലാണ് ഇരിക്കുന്നെങ്കിൽ നമ്മൾ ഫ്രണ്ടിന്റെ വാല്യൂ നേരെ മാക്സ് -1 അതർ എൻഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇത് നേരെ ഇവിടേക്ക് കൊണ്ടുവരും. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ഇവിടെ റിയർ ഇരിക്കില്ല, റിയറിലേക്ക്, കാരണം റിയർ അവിടെ ഇരിക്കണമെങ്കിൽ ആ ഫ്രണ്ട് ഇവിടെയും റിയർ ഇവിടെയാണ് ഇരിക്കുന്നെങ്കിൽ ഇത് ഫുൾ കണ്ടീഷനാണ്. അപ്പൊ ഒരു കാരണവശാലും ഇവിടെ റിയർ വരത്തില്ല. അപ്പൊ നമുക്ക് ഇതിനെ ഫ്രണ്ടിനെ മാക്സ് -1ലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ റിയർ ഫ്രണ്ട് നേരെ ഇവിടേക്ക് വരും. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് നമ്മൾ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഫ്രണ്ട് സീറോയിലാണ് ഇരിക്കുന്നെങ്കിൽ അത് ഫ്രണ്ടിന് മാക്സ് -1 എന്ന് പറയുന്ന പോയിന്റിലേക്ക്, ഇൻഡെക്സ് പോയിന്റിലേക്ക് കൊണ്ടുവരുന്നു. മനസ്സിലായില്ലേ? ഇതും അല്ലെങ്കിൽ ഡിക്രിമെന്റ് ഫ്രണ്ട് ബൈ 1, ഫ്രണ്ട് ഈക്വൽ ഫ്രണ്ട് -1 ആണ് പിന്നെ ചെയ്യേണ്ടത്. അതായത് ഫ്രണ്ട് വേറെ എവിടെയെങ്കിലും ആണ് ഇരിക്കുന്നത്. സപ്പോസ് ഫ്രണ്ട് ഇവിടെയാണ് ഇരുന്നെങ്കിൽ ഫ്രണ്ടിന് നേരെ തൊട്ടടുത്ത ഇവിടെ എലമെന്റ് ഉണ്ട്, പിന്നെ ഒരു എലമെന്റ് വരുമ്പോൾ തൊട്ട് പ്രീവിയസിലേക്ക് കൊണ്ടുവച്ചിട്ട് ആ ഇൻഡെക്സ് പൊസിഷനിലാണ് വാല്യൂ പ്ലേസ് ചെയ്യേണ്ടത്. മനസ്സിലായത്? ഇതാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. മനസ്സിലായത്? അപ്പൊ ഇതാണ് ഇൻസേർട്ട് ഫ്രം ഫ്രണ്ട്. ആഡ് ന്യൂ എലമെന്റ് ഇൻ ടു ദ ലൊക്കേഷൻ വേർ ദ ഫ്രണ്ട് ഈസ് പോയിന്റിങ്. അപ്പൊ എവിടെയാണോ ഫ്രണ്ട് ഇരിക്കുന്നത് അവിടെ ആ പോയിന്റ്. ഇപ്പൊ സപ്പോസ് ഫ്രണ്ട് നേരത്തെ 0th പൊസിഷനിലാണ് ഇരുന്നതെങ്കിൽ ഫ്രണ്ടിനെ നമ്മൾ മാക്സിമം -1ലേക്ക് കൊണ്ടുവന്നു. ദെൻ വരുന്ന എലമെന്റിനെ അവിടെ പ്ലേസ് ചെയ്യുന്നു. അപ്പൊ ഇതുപോലെ നമ്മൾ പ്ലേസ് ചെയ്യും. അപ്പൊ ഇത്രയും ഓപ്പറേഷൻ ആണ് ഇൻസേർട്ട് അറ്റ് ദ ഫ്രണ്ടിൽ ചെയ്യാനുള്ളത്. മനസ്സിലായല്ലോ? ഇനി ഇൻസേർട്ട് അറ്റ് ദ റിയർ നമ്മൾ മറ്റേ എൻഡ് വഴി എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യണമെന്ന് നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത് ഫുൾ ആണോ നോക്കുന്നു. ഫുൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. അല്ല എങ്കിൽ പിന്നെ എം ടി ആണോ ചെക്ക് ചെയ്യും. എം ടി ആണെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേതിൽ ഫ്രണ്ട് ആണോ ചെക്ക് ചെയ്യും. ഇൻസേർട്ട് ഫ്രണ്ട് ആയതുകൊണ്ട് ഫ്രണ്ട് -1 ആണെന്ന് നോക്കും. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് റിയർ -1 ആണോ നോക്കും. റിയർ -1 ആണെങ്കിൽ ദാറ്റ് മീൻസ് ദ ക്യൂ ഈസ് എം ടി. ദെൻ വി സെറ്റ് 0 ടു ഫ്രണ്ട് ആൻഡ് റിയർ. നമ്മൾ ഫ്രണ്ടിനെയും റിയറിനെയും കൊണ്ടുവന്ന് ഈ -1ലിരിക്കുന്ന ഫ്രണ്ടിനെയും റിയറിനെയും കൊണ്ടുവന്ന് 0th ഇൻഡെക്സ് നേരത്തെ ചെയ്ത അതേ ഇത് തന്നെയാണ് ഇവിടെ പ്ലേസ് ചെയ്യുന്നത്. ഇനി അതും അല്ലെങ്കിൽ ചെക്ക് ഇഫ് ദ റിയർ ഈസ് അറ്റ് ഇൻഡെക്സ് മാക്സ് -1. റിയർ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ, റിയർ അറ്റ് പ്രസന്റ് ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ വീണ്ടും ഇൻസേർട്ട് ഫ്രം റിയർ എൻഡ് വഴിയാണ് ചെയ്യുന്നതെങ്കിൽ ഈ റിയറിനെ നമ്മൾ സർക്കുലാർ ആയതുകൊണ്ട് നേരെ വീണ്ടും ബിഗിനിങ്ങിലേക്ക് കൊണ്ടുവരുന്നു. മനസ്സിലായോ? റിയർ മാക്സ് -1ലാണ് ഇരിക്കുന്നെങ്കിൽ ദെൻ സെറ്റ് റിയർ ടു 0. റിയർ ഇവിടെ ഇരിക്കുന്ന റിയറിന് നേരെ 0യിൽ, അതായത് ഇവിടേക്ക് വരും. ഇവിടെ ഇരുന്ന റിയർ നേരെ ഇവിടേക്ക് വന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ ആയിരിക്കും ഇനി അടുത്ത വാല്യൂ പ്ലേസ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ആദ്യം -1ലാണ് ഇരിക്കുന്നത്, നേരെ 0യിൽ കൊണ്ടുവന്നിട്ട് അവിടെ വാല്യൂ പ്ലേസ് ചെയ്യും. ഇനി ഇത് ഇവിടെ ഈ എൻഡിലാണ് ഇരിക്കുന്നെങ്കിൽ അത് നേരെ ബിഗിനിങ് എൻഡിലേക്ക് കൊണ്ടുവന്നിട്ട് വാല്യൂവിനെ അവിടെ പ്ലേസ് ചെയ്യും. ഇനി അതും അല്ലെങ്കിൽ റിയർ ഇൻക്രിമെന്റ് ബൈ 1. റിയർ എന്ന് പറഞ്ഞാൽ ഇൻക്രിമെന്റ് ചെയ്യണം. അതായത് സപ്പോസ് റിയർ ഈസ് സിറ്റിംഗ് ഇൻ ദ പൊസിഷൻ 3. Then another element is to be inserted through rear end. The rear will advance to 4, the index position 4, and place the element to the index position 4. മനസ്സിലായില്ലേ? റിയർ നേരെ ഇവിടേക്ക് വരുന്നു. ഈ പൊസിഷനിലായിരിക്കാം വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നത്. ദെൻ ആഡ് ദ എലമെന്റ് ഇൻ ടു ദ റിയർ ലൊക്കേഷൻ. റിയർ എവിടെയാണോ ഇരിക്കുന്നത് ആ ലൊക്കേഷനിലായിരിക്കും വാല്യൂ പ്ലേസ് ചെയ്യും. ഇവിടെയാണ് ഇരുന്നെങ്കിൽ ഇവിടെ വാല്യൂ പ്ലേസ് ചെയ്യും. സപ്പോസ് റിയർ ഇവിടെയാണ് ഇരുന്നെങ്കിൽ ഈ പൊസിഷനിൽ വാല്യൂ പ്ലേസ് ചെയ്യും. മനസ്സിലായി? ഇതാണ് ഇൻസേർട്ട് അറ്റ് ദ റിയർ എൻഡ്. ഇനി ഡിലീഷൻ ആണ്. ഇതിന്റെ ഇൻസേർഷൻ പോലെ തന്നെയാണ് ഡിലീറ്റും ചെയ്യണം. ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഇൻസേർട്ട് ഫ്രം ഡിലീറ്റ് ഫ്രം ഫ്രണ്ട് ആകുമ്പോൾ ഡിലീറ്റ് എം ടി കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് ഫ്രണ്ട് ഈക്വൽ ടു -1 ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. -1 ആണെങ്കിൽ അതിനകത്ത് വാല്യൂ ഇല്ല, ക്യൂ എം ടി ആണ്. അവിടെ നമുക്ക് അണ്ടർഫ്ലോ കണ്ടീഷൻ ആണ് വരുന്നത്. അല്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് സ്റ്റോർ ദ എലമെന്റ് ഓർ പ്രിന്റ് ദ എലമെന്റ് അറ്റ് ദ ഫ്രണ്ട് പോയിന്റ്. ഫ്രണ്ട് പോയിന്റ് ഇരിക്കുന്ന എലമെന്റിനെ അങ്ങ് പ്രിന്റ് ചെയ്യുക. ദെൻ ഇനി നമ്മൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് റിമൂവ് ചെയ്ത് കഴിഞ്ഞു, പ്രിന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിനെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കണ്ടീഷനാണ് അടുത്ത് ചെയ്യേണ്ടത്. കാരണം ഇതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യണം. ഇൻസേർട്ട് ചെയ്യുമ്പോൾ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടാണ് വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നത്. ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് വാല്യൂനെ ഡിലീറ്റ് ചെയ്തിട്ട് ഫ്രണ്ടിന്റെയും റിയറിന്റെ വാല്യൂ റീപ്ലേസ് ചെയ്യണം.
മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഈ ഇവിടെ ഇരിക്കുന്ന 10നെ അങ്ങ് ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് അടുത്ത് ചെക്ക് ചെയ്യേണ്ടത്. അത് ചെയ്യേണ്ട കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ചെക്ക് ഇഫ് ദ ഡി ക്യൂ ഹാസ് ഓൺലി വൺ എലമെന്റ്. ഈ വൺ എലമെന്റ് ആണ് ഉള്ളതെങ്കിൽ ഫ്രണ്ടും റിയറും ഒരു സ്ഥലത്തായിരിക്കും പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഒറ്റ എലമെന്റേ ഉള്ളൂ എങ്കിൽ ഫ്രണ്ടും റിയറും ആ എലമെന്റിൽ പോയിന്റ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ഒരു എലമെന്റേ ഉള്ളൂ എങ്കിൽ ആ എലമെന്റിനെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പൊ പിന്നെ എന്താണ് അതിന്റെ മീനിങ്? ക്യൂ ഈസ് എം ഡി ആണ്. ക്യൂ ഈസ് എം ഡി ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഫ്രണ്ടിനെയും റിയറിനെയും കൊണ്ട് നേരെ -1 പ്ലേസ് ചെയ്യും. ഫ്രണ്ട് കാരണം ഉണ്ടായിരുന്ന എലമെന്റ് പോയി കഴിഞ്ഞാൽ ഈ ഇവിടെ ഇരുന്ന ഫ്രണ്ടും റിയറും നേരെ -1ലേക്ക് കൊണ്ടുവരും. കാരണം ദാറ്റ് മീൻസ് ദ ക്യൂ ഈസ് എം ഡി. അതായത് ഈ ചെക്ക് ഇഫ് ദ ക്യൂ ഹാസ് ഓൺലി വൺ എലമെന്റ് ദാറ്റ് ഈസ് ഫ്രണ്ട് ഈസ് ഈക്വൽ ടു റിയർ. ഫ്രണ്ടും റിയറും ഒരിടത്താണ് പോയിന്റ് ചെയ്യുന്നതെങ്കിൽ ദെൻ സെറ്റ് ഫ്രണ്ട് ആൻഡ് റിയർ ടു -1. ഫ്രണ്ടും റിയറും -1ലേക്ക് സെറ്റ് ചെയ്യാം. കാരണം അതിനെ എം ഡി ആക്കുന്നു. ദെൻ ഇതല്ല, ഒരു എലമെന്റ് അല്ല, ഒന്നിൽ കൂടുതൽ എലമെന്റ് ഉണ്ട്. എൽസ് ചെക്ക് ഇഫ് ദ ഫ്രണ്ട് ഈസ് അറ്റ് ഇൻഡെക്സ് മാക്സിമം -1. ഈ ഫ്രണ്ട് മാക്സിമം -1 എന്നുള്ള ലൊക്കേഷനിലാണ് ഇരുന്നതെങ്കിൽ ഈ എലമെന്റ് ആണ് ഡിലീറ്റ് ചെയ്യുന്നത്. ഈ എലമെന്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എലമെന്റ് ഡിലീറ്റ് ചെയ്യുന്നു. ദെൻ ഫ്രണ്ട് വിൽ മൂവ് ടു ദ ബിഗിനിങ് ലൊക്കേഷൻ. കാരണം ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കറങ്ങി വരുന്നു, ഡിലീറ്റ് ചെയ്യുമ്പോൾ നേരെ റിവേഴ്സ് ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നു, ഇൻസേർട്ട് ചെയ്ത് വരുന്നു. അതേ പൊസിഷനിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുമ്പോൾ ആ അവസാനം ഇൻസേർട്ട് ചെയ്ത എലമെന്റ് ആയിരിക്കും ഡിലീറ്റ് ചെയ്ത് പോകുന്നത്. അതായത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് സ്റ്റാക്കിന്റെ മാനറിലാണ് ഡിലീറ്റ് ചെയ്ത് പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഇവിടെയാണ് ഇരിക്കുന്നതെങ്കിൽ ഈ എലമെന്റ് ആണ് പോയിന്റ് ചെയ്തത്, കാരണം മാക്സിമം -1ലാണ് ഇരിക്കുന്നതെങ്കിൽ ആ എലമെന്റ് ഡിലീറ്റ് ചെയ്യുന്നു. ഫ്രണ്ട് വിൽ മൂവ് ടു ദ ബിഗിനിങ് പൊസിഷൻ. ഫ്രണ്ടിനെ നേരെ 0യിലേക്ക് സെറ്റ് ചെയ്യുന്നു. സെറ്റ് ഫ്രണ്ട് ടു 0. അതെ. അപ്പൊ ഇവിടെ ഇരുന്ന ഫ്രണ്ട് നേരെ ബിഗിനിങ് പൊസിഷനിലേക്ക് വന്നു. പിന്നെയും ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഈ 7 ആയിരിക്കും പോകുന്നത്. 0th ഇൻഡെക്സിൽ ഇരിക്കുന്ന വാല്യൂ ആണ് പോകുന്നത്. മനസ്സിലായില്ലേ? ഇത് അടുത്ത കണ്ടീഷൻ. ഇതും അല്ല എങ്കിൽ എൽസ് ഇൻക്രിമെന്റ് ഫ്രണ്ട് ബൈ 1. അപ്പോൾ സപ്പോസ് ഫ്രണ്ട് ഇവിടെയാണ് ഇരിക്കുന്നതെങ്കിൽ ഈ 10നെ റിമൂവ് ചെയ്യുന്നു. ഫ്രണ്ട് വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ലൊക്കേഷൻ. അത് ഇൻക്രിമെന്റ് ആണ് ചെയ്യുന്നത്. നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് ഡിക്രിമെന്റ് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുമ്പോൾ ഫ്രണ്ട് ഇൻക്രിമെന്റ് ചെയ്ത് പോകുന്നു. അപ്പം ഫ്രണ്ട് വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ലൊക്കേഷൻ. 3 നേരത്തെ 2ലാണ്, ഇവിടെ 2ലാണ് ഇരുന്ന് 10നെ ഡിലീറ്റ് ചെയ്തു. ഫ്രണ്ട് വിൽ മൂവ് ടു ദ ഇൻഡെക്സ് പൊസിഷൻ 3 ഇവിടേക്ക് വരുന്നു. അത് പോയിന്റ് ചെയ്യുന്നു -1 എന്ന എലമെന്റിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ ആ എലമെന്റ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഫ്രണ്ട് വിൽ മൂവ് ടു ദ ഇൻഡെക്സ് പൊസിഷൻ 4. ഇനി ഇതും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഫ്രണ്ട് വിൽ മൂവ് ടു ദ ബിഗിനിങ് ലൊക്കേഷൻ. ഓക്കെ. അതും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഫ്രണ്ട് ആൻഡ് റിയർ വിൽ കം ടു ദ സെയിം എലമെന്റ്. അതായത് ഇനി ഒരു എലമെന്റേ ഉള്ളൂ. അതിന് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ടും റിയറും നേരെ ഇതിലേക്ക് വരുന്നു. ഇതാണ് ഡിലീറ്റ് ഫ്രം ഫ്രണ്ട്. മനസ്സിലായല്ലോ? ഇനി ഡിലീറ്റ് ഫ്രം റിയർ. ഇത് ഇൻസേർട്ട് ഫ്രം റിയർ പോലെ എൻ്റെ നേരെ റിവേഴ്സ് ഓപ്പറേഷനാണ് നടക്കുന്നത്. അപ്പോൾ ആദ്യം ചെക്ക് ചെയ്യണത് എം ടി ആണ്. എം ടി റിയർ എൻഡ് ആയതുകൊണ്ട് റിയർ -1 ആണെന്ന് നോക്കും. മറ്റേതിൽ ഫ്രണ്ട് ആണ് നോക്കുന്നത്. ഫ്രണ്ട് ഈക്വൽ ടു -1 ആണ് നോക്കുന്നത്. ഡിലീറ്റ് ഫ്രം, ഇവിടെ ഡിലീറ്റ് ഫ്രം റിയർ ആയതുകൊണ്ട് ഡിലീറ്റ് ഫ്രം റിയർ ആയതുകൊണ്ട് റിയർ -1 ആണ് ചെക്ക് ചെയ്യുന്നത്. ദെൻ ഡിലീറ്റ് ഓപ്പറേഷൻ കനോട്ട് ബി പെർഫോംഡ്. അത് എം ടി ആണ്, ചെയ്യാൻ പറ്റില്ല, അണ്ടർഫ്ലോ കണ്ടീഷൻ ആണ്. അതല്ല എങ്കിൽ നമ്മൾ ആ റിയർ ഇരിക്കുന്ന പൊസിഷൻ ഇരിക്കുന്ന എലമെന്റ് അങ്ങ് പ്രിന്റ് ചെയ്യുന്നു. ദെൻ ഇനി റിയറിനെ അല്ലെങ്കിൽ ഫ്രണ്ട് പോയിന്റ് തന്നെ നമ്മൾ എങ്ങനെയാണ് റീഅറേഞ്ച് ചെയ്യുന്നത് നോക്കാം. ഫ്രണ്ടിൽ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. ചെക്ക് ഇഫ് ദ ക്യൂ ഹാസ് ഓൺലി വൺ എലമെന്റ്. അതായത് ഫ്രണ്ടും റിയറും ഒരേ പൊസിഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അറിയാം ഇതിനെ അങ്ങ് പ്രിന്റ് ചെയ്ത് പറഞ്ഞ് തന്നെ ഇതിനെ നേരെ ബിഗിനിങ്ങിലേക്ക് കൊണ്ടുവരും. നേരത്തെ ചെയ്ത അതേ കണ്ടീഷൻ ഫ്രണ്ടും റിയറും -1ലേക്ക് സെറ്റ് ചെയ്യുന്നു. ഇനി അതല്ല, ഇഫ് റിയർ ഈസ് ഇൻ ദ 0th ഇൻഡെക്സ്, 0th ഇൻഡെക്സിലാണ് റിയർ ഇരിക്കുന്നതെങ്കിൽ, മറ്റേതിലെന്ന് പറഞ്ഞാൽ മാക്സിമം -1ലാണ് ഫ്രണ്ട് ഇരിക്കുന്നത്. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് 0. കാരണം ഇത് ഇൻക്രിമെന്റ് ചെയ്യാനാണ്. ഫ്രണ്ട് ഡിക്രിമെന്റ് ചെയ്ത് വരുമ്പോൾ ഇത് ഇൻക്രിമെന്റ് ചെയ്താണ് പോകുന്നത്. അല്ല, ഇത് ഡിക്രിമെന്റ് ചെയ്താണ് പോകുന്നത്. ഫ്രണ്ട് ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ റിയർ ഡിക്രിമെന്റ് ആണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ നമ്മൾ മാക്സിമം 0യിലാണ് ഇരിക്കുന്നതെങ്കിൽ ഈ എലമെന്റ് ഡിലീറ്റ് ചെയ്തിട്ട് റിയറിനെ നേരെ നമ്മൾ മാക്സിമം -1 മറ്റേ എൻഡിലേക്ക് കൊണ്ടുവരുന്നു. അതായത്
if rear is at index 0, rear is equal to 0 ആണെങ്കിൽ then set rear to max minus 1. ഇവിടെ ഇരിക്കുന്ന എലമെന്റ് ഡിലീറ്റ് ചെയ്തിട്ട് നേരെ മാക്സ് മൈനസ് വണ്ണിലേക്ക് പോകുന്നു. നമ്മൾ ഇൻസേർട്ട് ഫ്രണ്ട് ചെയ്യുന്നതിന്റെ അതേ ഓപ്പറേഷനാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് സീറോയിലാണ് ഇരിക്കുന്നതെങ്കിൽ മാക്സിമിലേക്ക് പോകുന്നു. ഇത് ഡിലീറ്റ് റിയർ ചെയ്യണമെങ്കിൽ അതേ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് റിയർ സീറോയിലാണ് ഇരിക്കുന്നതെങ്കിൽ റിയറിന് മാക്സ് മൈനസ് വൺ. ഇൻസേർട്ട് ഫ്രണ്ടിന്റെ സെയിം ഓപ്പറേഷനാണ് ഡിലീറ്റ് റിയർ ചെയ്യുമ്പോൾ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നേരെ ഇവിടേക്ക് പ്ലേസ് ചെയ്യുന്നു. ആ എലമെന്റ് ഡിലീറ്റ് ചെയ്യുമ്പോൾ റിയർ പിന്നെ ഡിക്രിമെന്റ് ആണ് ചെയ്യുന്നത്. അതും അല്ലെങ്കിൽ ഡിക്രിമെന്റ് റിയർ ബൈ 1. അപ്പോൾ ഇവിടെയാണ് ഇരിക്കുന്നതെങ്കിൽ ആ എലമെന്റ് ഡിലീറ്റ് ചെയ്യുന്നു, റിയർ ഡിക്രിമെന്റ് ചെയ്യുന്നു. സപ്പോസ് റിയർ ഇവിടെയാണ് ഇരിക്കുന്നതെങ്കിൽ ഈ 5നെ ഡിലീറ്റ് ചെയ്യുന്നു. ദെൻ ചെക്ക് ചെയ്യണമെന്നാണ് ചെക്ക് ചെയ്യുന്ന ഫസ്റ്റ് കണ്ടീഷൻ ഇത് ഫ്രണ്ടും റിയറും സെയിം ആണോ നോക്കും. അല്ല, ഫ്രണ്ടും സെയിം അല്ലാത്തതുകൊണ്ട് അടുത്ത് ചെക്ക് ചെയ്യുന്ന റിയർ ഇരിക്കുന്ന ഈ പൊസിഷനിലാണെന്ന് നോക്കും. അതും അല്ലെങ്കിൽ ഡിക്രിമെന്റ് ചെയ്യണം. റിയർ നേരെ ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ വീണ്ടും സീറോയിൽ വരുന്നു. സീറോയിൽ വരുമ്പോൾ ഈ എലമെന്റ് ഡിലീറ്റ് ചെയ്തിട്ട് നേരെ ഇവിടോട്ട് പ്ലേസ് ചെയ്യുന്നു. ആ എലമെന്റ് ഡിലീറ്റ് ചെയ്യുന്നു, ഡിക്രിമെന്റ് ചെയ്യുന്നു, ഇവിടെ ഡിലീറ്റ് ചെയ്യുന്നു, ഡിക്രിമെന്റ് ചെയ്യുന്നു, ഇവിടെ എത്തുന്നു. ഫ്രണ്ടും റിയറും ഇവിടെ എത്തുന്നു. ഒരേ പൊസിഷനിലാണ്, ഒറ്റ എലമെന്റേ ഉള്ളൂ. അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ -1 എന്ന കണ്ടീഷനിലേക്ക് പോകുന്നു, എം ടി ആവുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഡബിൾ എൻഡഡ് ക്യൂവിൻ്റെ ഓപ്പറേഷൻ. അപ്പോൾ ഇത്രയും ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഡബിൾ എൻഡഡ് ക്യൂ വഴി ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്യൂവിനകത്ത് 2 പോയിന്ററായ റിയറും ഫ്രണ്ടും വെച്ചിട്ട് നമുക്ക് ഡാറ്റ ഇൻസേർഷൻ ഡിലീഷൻ 2 എൻഡ് വഴി ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക്. ഈ ടെക്നിക്കിനെയാണ് വഴി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റാ സ്ട്രക്ചറാണ് ഡി ക്യൂ അല്ലെങ്കിൽ ഡബിൾ എൻഡഡ് ക്യൂ അല്ലെങ്കിൽ ഡക്ക് എന്നുള്ള ഡാറ്റാ സ്ട്രക്ചർ. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഇതിന്റെ പ്രോഗ്രാം ചെയ്യാം. ഓക്കെ, ഡക്ക് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഒറ്റ ഹെഡറേ ഉള്ളൂ. കൊടുത്തു. നമുക്ക് മെയിൻ എഴുതാം. വേണമെങ്കിൽ നമുക്ക് മറ്റേ മാക്സിമം സൈസ് അങ്ങനെ ഡിഫൈൻ ചെയ്യാമല്ലോ. ഹാഷ് ഡിഫൈൻ മാക്സ് 5 എന്ന് ഞാൻ കൊടുത്തു. നമ്മൾ കീബോർഡിൽ നിന്ന് എൻ്റർ സൈസ് ഓഫ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മാക്സിമം സൈസ്. നിങ്ങൾക്ക് എക്സാമിനേഷൻ സൈസ് റീഡ് ചെയ്ത് ചെയ്യാനാണ് പറയണമെങ്കിൽ നിങ്ങൾ അത് റീഡ് ചെയ്തിട്ട് അതിനെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇവിടെ മാക്സ് ലൊക്കേഷൻ 5 ഉള്ളത് അറേ ആണ്, ക്യൂ ആണ്, ഡബിൾ എൻഡ് ക്യൂ ആണ്, ഡക്കാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഒരു അറേ ഡിക്ലെയർ ചെയ്യുന്നു. ടേക്ക് ആൻ അറേ ഡക്ക് എന്ന പേരിൽ ഒരു ഇൻഡിജർ അറേയാണ്. എൻ്റെ പേര് ഡക്ക് എന്ന് കൊടുത്തു, ഡി ക്യൂ. എൻ്റെ സൈസ് മാക്സ്. ഇനി 2 പോയിന്റേഴ്സും ഫ്രണ്ടും റിയറും -1ലേക്ക് വയ്ക്കാം. ഫ്രണ്ട് എഫ് ഇസ് ഈക്വൽ ടു -1, ദെൻ റിയർ ഇസ് ഈക്വൽ ടു -1. ഫ്രണ്ടും റിയറിനെ -1ലേക്ക് പ്ലേസ് ചെയ്തു. ഇപ്പോൾ ഡിക്ലറേഷൻ ആയി. മനസ്സിലായില്ലേ? ഇനി നമ്മൾ പ്രിന്റ് ചെയ്യണം, മെനു പ്രിന്റ് ചെയ്യണം. പ്രിന്റ് എഫ്. അതിനു മുമ്പ് ലൂപ്പ് എഴുതണം. ഡു പ്രിന്റ് എഫ് 1 nq ഫ്രണ്ട് 2 nq റിയർ. dq ഫ്രണ്ട് 4 dq rear 5 exit, then enter your choice. ഓക്കെ, അപ്പോൾ നമുക്ക് ചോയ്സ് വേണം. ചോയ്സിന് വീണ്ടും ഒരു വേരിയബിൾ കൂടെ ഡിക്ലെയർ ചെയ്യാം.
CH. സ്കാൻ ചെയ്യുക. D ആംബർസാൻഡ് CH. ചോയ്സ് റീഡ് ചെയ്തു. ഇനി സ്വിച്ച് എഴുതുക. കേസ് 1. കേസ് 1 ഇൻസേർട്ട് NQ ഫ്രണ്ട് ആണ്. ഇൻസേർട്ട് ഫ്രണ്ടിൽ നിന്ന് ഇൻസേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഫുൾ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഫുൾ ആണെങ്കിൽ ഇൻസേർട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആദ്യം ഫുൾ കണ്ടീഷനാണ് ചെക്ക് ചെയ്യേണ്ടത്. ഫുൾ കണ്ടീഷൻ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഫ്രണ്ടും 0, റിയർ മാക്സ് -1 ഒരു കണ്ടീഷൻ. ഇഫ് f is equal to 0 and rear is equal to max -1, ഇതൊരു കണ്ടീഷൻ. അതല്ല എങ്കിൽ അടുത്ത കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് ഫ്രണ്ട് ഇസ് ഈക്വൽ ടു റിയർ പ്ലസ് 1. ഈ രണ്ട് കണ്ടീഷനാണ് ഫുൾ കണ്ടീഷനാണ്. ഫ്രണ്ട് ഇസ് ഈക്വൽ ടു റിയർ പ്ലസ് 1 അല്ലെങ്കിൽ ഫ്രണ്ട് ഇസ് ഈക്വൽ ടു 0 ആൻഡ് റിയർ ഇസ് ഈക്വൽ ടു മാക്സ് -1. ഈ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ദ ക്യൂ ഈസ് ഫുൾ. ഫ്രണ്ട് ഓഫ് DQ duck is overflow. അല്ലേ? അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഡക്ക് ഓവർഫ്ലോ ആണ്. എൽസ് ആണെങ്കിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് NQ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്ത് എൽസ് ഇവിടെ വന്നു. അടുത്ത് ചെക്ക് ചെയ്യേണ്ടതാണ് ഇഫ് DQ ഈസ് എംപ്റ്റി, ഫ്രണ്ട് ഇസ് ഈക്വൽ ടു -1 ആണ് നോക്കുക. ആണെങ്കിൽ ഫ്രണ്ടിനെ റിയറിനെ 0യിലേക്ക് സെറ്റ് ചെയ്യുക. അതാണ് കണ്ടീഷൻ. ഇവിടെ ചെക്ക് ചെയ്യേണ്ടത് ഇഫ് f ഈക്വൽ ടു -1 ആണെങ്കിൽ then we set f is equal to r is equal to -1. എഫിനെ ആറിനെ ഫ്രണ്ടിനെ റിയറിനെ -1 ആക്കുക. മനസ്സിലായി? അതല്ല എങ്കിൽ പിന്നെ ചെയ്യുന്ന കണ്ടീഷൻ ഇഫ് ദ DQ ഈസ് ചെക്ക് ഇഫ് ദ ഫ്രണ്ട് ഈസ് അറ്റ് ഇൻഡെക്സ് 0. ഇൻഡെക്സ് 0യിലാണ് ഇരിക്കുന്നതെങ്കിൽ അതിനെ എഫിനെ മാക്സ് -1ലേക്ക് കൊണ്ടുവരിക. എൽസ് ഇഫ് f is equal to 0 ആണെങ്കിൽ ചെയ്യേണ്ടതാണ് f is equal to max -1. ഈ കണ്ടീഷനിൽ പോവുക. അതും അല്ലെങ്കിൽ എന്താണ്? f is equal to else decrement front by 1. f is equal to f -1 or f f നെ ഡിക്രിമെന്റ് ചെയ്യുക. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്? അതിനകത്തോട്ട് വാല്യൂ പ്ലേസ് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനിൽ നമ്മൾ എഫിനെ ആറിനെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ റീഡ് ചെയ്യുന്ന വാല്യൂ അതിനകത്തോട്ട് പ്ലേസ് ചെയ്യണം. മനസ്സിലല്ലേ? അപ്പോൾ റീഡ് ചെയ്യുന്ന വാല്യൂ ആണ് ഇവിടെ നമ്മൾ റീഡ് ചെയ്യുക. പ്രിന്റ് ഓഫ് എൻ്റർ എലമെന്റ് ടു NQ. അതിനെ സ്കാൻ ചെയ്യാം. സ്കാൻ ഓഫ് %D, ആംബർസാൻഡ്. ഇനി റീഡ് ചെയ്ത് എവിടെയാണ് വെക്കേണ്ടത്? നമുക്ക് അറയിലോട്ടാണ്, ഡക്ക് എന്നുള്ള അറയിലോട്ടാണ് വെക്കേണ്ടത്. DQ ഏത് പൊസിഷനിലാണ് വെക്കേണ്ടത്? ഫ്രണ്ട് എവിടെയാണോ ഇരിക്കുന്ന ആ പൊസിഷനിലേക്ക് വയ്ക്കുക. ഇതാണ് നമ്മൾ NQ ഓപ്പറേഷൻ. മനസ്സിലായില്ലേ? ഇത്രയാണ് നമ്മൾ NQ ഫ്രണ്ട് ചെയ്യാനുള്ളത്. മനസ്സിലായില്ലേ? ഇത് ബ്രേക്ക് ചെയ്യുക.
പിന്നെ അടുത്ത നെക്സ്റ്റ് കേസ് എഴുതുക. കേസ് 2. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇൻസേർട്ട് ഫ്രം റിയർ. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഫുൾ ആണെന്ന് ചെക്ക് ചെയ്യുന്നു. ഫുൾ ആണെന്ന് ചെക്ക് ചെയ്യുന്ന സെയിം കണ്ടീഷൻ ഇവിടെ എഴുതിയിരിക്കുന്ന സെയിം കണ്ടീഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. if f equal to 0 and r equal to max minus 1, ഇതൊരു കണ്ടീഷൻ. അതല്ല എങ്കിൽ f is equal to rear plus 1. ഈ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ വന്നാൽ നമ്മൾ q is overflow ആണ്. then printf dq is overflow. അത് അല്ല എങ്കിൽ നടക്കുന്ന ഓപ്പറേഷനാണ് നമ്മൾ ഇതിവിടെ ചെയ്യേണ്ടത്. എൽസ് റിയർ എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. റിയർ അതായത് നമ്മളെ ക്യൂ എം ടി ആണോ ചെക്ക് ചെയ്യണം. ക്യൂ എം ടി ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി റിയർ സൈഡിൽ നിന്ന് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. റിയർ -1 ആണോ ചെക്ക് ചെയ്യുക. ആണെങ്കിൽ എഫ് ആറിന് -1ലേക്ക് വെക്കുക. ഇഫ് ആർ ഇവിടെ എഫിന് പകരം ആർ എഴുതിയാൽ ആർ ഈക്വൽ ടു -1 ആണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു ആർ ഇസ് ഈക്വൽ ടു -1. എഫും ആറും അസൈൻ ചെയ്യുക. എൽസ് അടുത്ത് ചെക്ക് ചെയ്യേണ്ടതാണ് എഫ് റിയർ മാക്സിമം -1ലാണ് ചെക്ക് ചെയ്തിരിക്കുന്നത്. ഇഫ് എൽസ് ചെക്ക് ഇഫ് റിയർ ഈസ് അറ്റ് മാക്സിമം -1ലാണ് ഇരിക്കുന്നതെങ്കിൽ ഇതിനെ നേരെ ഇവിടേക്ക് കൊണ്ടുവരിക. അതാണ് ചെയ്യേണ്ടത്. റിയറിനെ 0യിലേക്ക് കൊണ്ടുവരിക. ഇഫ് ഇവിടെ നമ്മൾ എഫ് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിനെ മാക്സിമം -1ലേക്ക് ഇവിടെ ചെയ്തതിന്റെ നേരെ റിവേഴ്സ് ആണ് ഇവിടെ ചെയ്യേണ്ടത്. ഇഫ് റിയർ ഇസ് ഈക്വൽ ടു മാക്സ് -1 ആണെങ്കിൽ then set rear is equal to 0. then അതുമല്ലെങ്കിൽ എന്താണ് റിയറിനെ നമ്മളിവിടെ പറഞ്ഞിരുന്നത് ഇൻക്രിമെന്റ് റിയർ ബൈ 1. അതുമല്ലെങ്കിൽ റിയർ ഇസ് ഈക്വൽ ടു റിയർ പ്ലസ് 1 ആർ പ്ലസ് പ്ലസ്. ഇനി റിയറിനെ റീഅറേഞ്ച് ചെയ്തു. ഇനി നമ്മൾ റീഡ് ചെയ്യുക. printf element 2 നമ്മൾ മേളിൽ എഴുതിയിരിക്കുന്ന അതേ സ്റ്റേറ്റ്മെന്റ് തന്നെ. printf enter nq scanf %d ampersand duck of rear. rear എവിടെയാണോ ഇരിക്കുന്നത് ആഡ് ദ ന്യൂ എലമെന്റ് ടു ദ റിയർ ഈസ് പോയിന്റിങ്. റിയർ എവിടെയാണോ ഇരിക്കുന്നത് ആ പൊസിഷനിലേക്ക് ആഡ് ചെയ്യുക. ഇത്രയാണ് നമ്മൾ nq റിയർ ബ്രേക്ക്. then കേസ് 3. കേസ് 3ൽ പറഞ്ഞിരിക്കുന്ന ഡിലീഷൻ ആണ്. ഡിലീറ്റ് ഫ്രം ഫ്രണ്ട്. ഡിലീറ്റ് ആകുമ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യണം. എം ടി ആണെങ്കിൽ ഫ്രണ്ട്, കാരണം ഫ്രണ്ട് വെച്ചിട്ട് ഡിലീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇഫ് എഫ് ഇസ് ഈക്വൽ ടു -1 ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതാണ് എം ഡി കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. എഫ് ഇസ് ഈക്വൽ ടു -1 ആണെങ്കിൽ പ്രിന്റ് ചെയ്യുക. പ്രിന്റ് q ഈസ് അണ്ടർഫ്ലോ. അതുമല്ല എങ്കിൽ എം ടി അല്ല എങ്കിൽ നമുക്ക് ഇനി ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്യണം. ചെക്ക് ദ ഡി ക്യൂ ഹാസ് ഓൺലി 1 എലമെന്റ്. അതായത് ഡി ക്യൂവിൻ്റെ ഒരേ എലമെന്റ് ഉള്ളൂ, ഒറ്റ എലമെന്റേ ഉള്ളൂ. അതായത് ഫ്രണ്ടും റിയറും സെയിം ലൊക്കേഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ സെറ്റ് ഫ്രണ്ട് ആൻഡ് റിയർ ടു -1 അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് എഫ് ഇസ് ഈക്വൽ ടു ആർ, അതാണ് ഒറ്റ എലമെന്റേ ഉള്ളൂ എങ്കിൽ ദെൻ സെറ്റ്. ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടതെന്ന് ഇരിക്കുന്ന എലമെന്റിനെ അങ്ങ് പ്രിന്റ് ചെയ്യുക. അതായത് എലമെന്റ് എം ടി അല്ല എങ്കിൽ ആ ഇരിക്കുന്ന എലമെന്റ് അത് ഒന്നായാലും ഒന്നിൽ കൂടുതലായാലും
ആ ഇരിക്കുന്ന എലമെന്റ് അങ്ങ് ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ഫ്രം ഫ്രണ്ട് ആയതുകൊണ്ട് ഫ്രണ്ടിൽ ഇരിക്കുന്ന എലമെന്റ് അങ്ങ് ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ട് എലമെന്റ് ഫ്രം ഫ്രണ്ട് percentage d backslash n dq duck of f എലമെന്റ് പ്രിന്റ് ചെയ്യും. എന്നിട്ട് എഫ് സെയിം ആണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു ആർ ഇസ് ഈക്വൽ ടു -1 പ്ലേസ് ചെയ്യും. ഒരൊറ്റ എലമെന്റേ ഉള്ളൂ എങ്കിൽ സെറ്റ് ഫ്രണ്ട് ആൻഡ് റിയർ ടു -1. ഇനി അതല്ല, അടുത്ത കണ്ടീഷൻ ചെക്ക് ഇഫ് ഫ്രണ്ട് ഈ സെറ്റ് മാക്സ് -1. ഫ്രണ്ട് ഏറ്റവും ലാസ്റ്റ് കണ്ടീഷനിൽ ഈ പൊസിഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ, ഫ്രണ്ട് ഏറ്റവും ഇവിടെ റൈറ്റ് സൈഡിലാണ് ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഫ്രണ്ടിനെ മൂവ് ചെയ്ത് 0യിലേക്ക് കൊണ്ടുവരണം. അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന എൽസ് ഇഫ് എഫ് ഈക്വൽ ടു മാക്സ് -1 ആണെങ്കിൽ എഫിനെ 0യിലേക്ക് കൊണ്ടുവരിക. അതും അല്ല എങ്കിൽ പിന്നെ പറയുന്ന കണ്ടീഷൻ എൽസ് ഇൻക്രിമെന്റ് ഫ്രണ്ട് ബൈ 1 ഇൻക്രിമെന്റ് ചെയ്യുക. അതും അല്ലെങ്കിൽ എഫിനെ ഇൻക്രിമെന്റ് ചെയ്യുക. ഇത്രയാണ് നമ്മൾ ഡി ക്യൂ ഫ്രം ഫ്രണ്ട് ചെയ്യാനുള്ളത്. ബ്രേക്ക്. ഇനി ഡി ക്യൂ ഫ്രം റിയർ. അവിടെയും ചെക്ക് ചെയ്യേണ്ടത് എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യണം. അവിടെ നമ്മൾ റിയർ ആണ് -1 ആണോ നോക്കുന്നത്. റിയർ ഇസ് ഈക്വൽ ടു -1. റിയർ ഇസ് ഈക്വൽ ടു -1 ആണെങ്കിൽ പ്രിന്റ് എഫ് duck is underflow. else ആണെങ്കിൽ റിയറിലിരിക്കുന്ന എലമെന്റ് അങ്ങ് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് എലമെന്റ് ലിക്വിഡ് റിയർ %d backslash n dq of rear. ഇനി നമുക്ക് അതിനെ റീഅറേഞ്ച് ചെയ്യണം. അപ്പോൾ ഒരേ പൊസിഷനിലാണ്, ഒറ്റ എലമെന്റേ ഉള്ളൂ എങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു ആർ. അതിൽ ചെയ്ത അതേ കണ്ടീഷൻ തന്നെയാണെങ്കിൽ എഫിനെ ആറിനെ -1ലേക്ക് വയ്ക്കുന്നു. എഫ് ഇസ് ഈക്വൽ ടു ആർ ഇസ് ഈക്വൽ ടു -1. എൽസ് ഇഫ് റിയർ എവിടെയാണ് ഇരിക്കുന്നത്? ഫസ്റ്റ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. അടുത്ത് ചെക്ക് ചെയ്യേണ്ടത് എൽസ് ഈ റിയർ ഈ സെറ്റ് ഇൻഡെക്സ് 0 ആണെങ്കിൽ റിയറിനെ മാക്സ് -1ലേക്ക് പ്ലേസ് ചെയ്യാം. ഇഫ് ആർ ഇസ് ഈക്വൽ ടു എൽസ് ഇഫ് ആർ ഇസ് ഈക്വൽ ടു 0th ഇൻഡെക്സിലാണ് ഇരിക്കുന്നതെങ്കിൽ, ബിഗിനിങ് പൊസിഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ ആർ ഇസ് ഈക്വൽ ടു മാക്സ് -1ലേക്ക് പ്ലേസ് ചെയ്യും. ഇതും അല്ല എങ്കിൽ അടുത്ത് പറയുന്നതിന് ഇതുമല്ല എങ്കിൽ നമ്മൾ ഇവിടുന്ന് ഡിക്രിമെന്റ് റിയർ ബൈ 1 അല്ലേ, റിക്രിമെന്റ് റിയർ ബൈ 1. അതും അല്ലെങ്കിൽ ആർ -. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ചെയ്തിരിക്കുന്ന അതിന്റെ നേരെ റിവേഴ്സ് ഓപ്പറേഷൻ ഇവിടെ എല്ലാം ചെയ്ത് വെച്ചേക്കുന്നത്. ആർ ഡിക്രിമെന്റ് ചെയ്യുക. ഇത്രയും ഓപ്പറേഷൻസ് ആണ് ഇതിനകത്ത് നമുക്ക് ചെയ്യാനുള്ളത്. ബ്രേക്ക്.
സ്വിച്ച് കഴിഞ്ഞു. നമ്മൾ വൈൽ ലൂപ്പ് ക്ലോസ് ചെയ്യാം. വൈൽ ch not equal to 5 മെയിൻ ക്ലോസ് ചെയ്യാം. ഇത്രയാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. റൺ കമ്പയർ ചെയ്ത് നോക്കാം. സ്കാൻഫിൻ്റെ മിസ്റ്റേക്ക്. നമ്പർ 9 സ്കാൻഫ് ഓക്കെ, എററില്ല. റൺ ചെയ്ത് നോക്കാം. NQ ഫ്രണ്ട്. ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് എലമെന്റ് പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. നോക്കാം. ഇവിടെ ഞാൻ ഒന്ന് സാമ്പിൾ എഴുതി പോവാം. അപ്പം ഞാൻ ഇൻസേർട്ട് ഫ്രം ഫ്രണ്ട് വഴി, ഇതിനെ ഞാൻ ഫ്രണ്ടും ഇത് റിയറും ആണെന്ന് വെച്ചു. അപ്പം ഞാൻ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിപ്പം ഈ ക്യൂ എം ടി ആണ്. ഫ്രണ്ട് റിയറും -1 പ്ലേസ് ചെയ്തു. ഞാൻ ഇൻസേർട്ട് ഫ്രം ഫ്രണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അൽഗോരിതം പറയുന്നത് എം ടി ആയതുകൊണ്ട് രണ്ടിനെയും 0ത്തിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ഇവിടെയും 0 ആകുന്നു, ഇവിടെയും 0 ആകുന്നു. ഇവിടെ ഇരിക്കുന്ന റിയറും ഫ്രണ്ടും ഒരേ പൊസിഷനിലേക്ക് വരുന്നു. റിയർ ഇവിടെ വരുന്നു, ഇവിടെ ഇരിക്കുന്ന റിയർ ഇവിടേക്ക് വരുന്നു, ഇവിടെ ഇരിക്കുന്ന ഫ്രണ്ട് ഇവിടേക്കും വരുന്നു. ഞാനിവിടെ ഒരു വാല്യൂ വെച്ചു, 5 വെച്ചു. ദെൻ വീണ്ടും ഇൻസേർട്ട് ഫ്രം ഫ്രണ്ട് ആണ് ചെയ്യുന്നത്. അതായത് നമ്മളിവിടെ ഞാനിപ്പോൾ ഇൻസേർട്ട് ഫ്രം ഫ്രണ്ട് 5 പ്ലേസ് ചെയ്തു. വീണ്ടും ഞാൻ ഇൻസേർട്ട് ഫ്രം ഫ്രണ്ട് കൊടുക്കുകയാണ്. വീണ്ടും 1 കൊടുത്തു. ദെൻ ഇതിനകത്തോട്ട് 6 പ്ലേസ് ചെയ്യാം. 6 എന്ന് പറയുന്ന നമ്പർ പ്ലേസ് ചെയ്യാം. അപ്പം ഞാൻ വീണ്ടും ഇൻസേർട്ട് ഫ്രം ഫ്രണ്ട് ആയതുകൊണ്ട് ഈ ഫ്രണ്ട് അൽഗോരിതം പറയുന്നത് ഇത് ഇൻഡെക്സ് 0യിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇത് നേരെ മാക്സ് -1ലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇൻഡെക്സ് പൊസിഷൻ നേരെ ഇതിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ എഫ് നേരെ ഇവിടേക്ക് എത്തും. മനസ്സിലായില്ലേ? ഈ എഫ് നേരെ അവിടേക്ക് എത്തും. ഈ പൊസിഷനിലാണ് ഞാൻ 6 ആഡ് ചെയ്യുന്നത്. അപ്പൊ എഫ് എന്ന് പറയുന്നത് 4 എന്ന് പറയുന്നതിനകത്തിട്ട് വന്നു. മനസ്സിലായില്ലേ? ഇനി വീണ്ടും ഞാൻ ഒരു എലമെന്റ് കൂടെ ഇൻസേർട്ട് ചെയ്യാണ്. ഇൻസേർട്ട് ഫ്രം ഫ്രണ്ട് തന്നെ കൊടുക്കുകയാണ് 7. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ആദ്യം എം ടി ആണോ എന്ന് നോക്കും, അല്ല. അടുത്ത് 0യിലാണോ നോക്കും, അല്ല എങ്കിൽ എഫിനെ നേരെ ഡിക്രിമെന്റ് ചെയ്യാം. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഡിക്രിമെന്റ് ഫ്രണ്ട് ബൈ 1. ഈ രണ്ട് കണ്ടീഷനും അല്ലെങ്കിൽ ഡിക്രിമെന്റ് ഫ്രണ്ട് ബൈ 1. അപ്പം എഫ് നേരെ ഇവിടെ നിന്ന് ഇവിടേക്ക് വരുന്നു, എഫ് 3യിലേക്ക് വരുന്നു. ഞാനിവിടെ 7 പ്ലേസ് ചെയ്യാം. ഈ 7 ഇവിടെ വന്നു. ഇനി ഞാൻ ഇൻസേർട്ട് ഫ്രം റിയർ കൊടുക്കാം. റിയർ ഇപ്പോൾ 0യിൽ ഇരിക്കുകയാണ്. ഇൻസേർട്ട് ഫ്രം റിയർ കൊടുക്കുകയാണ്. ഇൻസേർട്ട് ഫ്രം റിയർ ഓപ്ഷൻ നമ്പർ 2. ഞാൻ എലമെന്റ് 4 ആണ് കൊടുത്തത്. അപ്പൊ ഇൻസേർട്ട് ഫ്രം റിയർ പറയണെന്ന് പറഞ്ഞാൽ ഈ കണ്ടീഷൻ ഫെയിലാണ്. റിയർ -1-ലല്ല. ചെക്ക് റിയർ ഈസ് മാക്സ് -1 അല്ല. ഇൻക്രിമെന്റ് റിയർ ബൈ 1. ഇൻക്രിമെന്റ് ചെയ്യുക. ഈ റിയർ 1ലേക്ക് വരുന്നു, റിയർ നേരെ ഇവിടേക്ക് വന്നു, അവിടെ ഇട്ട് ഈ 4 എന്ന് പറഞ്ഞ നമ്പർ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ. ഇനി വീണ്ടും ഞാൻ ഇൻസേർട്ട് റിയർ കൊടുക്കുകയാണ്. 2, ഓപ്ഷൻ നമ്പർ 2. അവിടെ ഞാൻ 3 എന്നുള്ള നമ്പറാണ് കൊടുത്തത്. ഇപ്പൊ ഇവിടെ നടക്കുന്നത് എന്താണ്? ഇതേപോലെ ഇൻക്രിമെന്റ് റിയർ ബൈ 1. ഇൻക്രിമെന്റ് ചെയ്യുന്നു, 2ലായി. ഇവിടെ ഞാൻ കൊടുത്ത 3 എന്നുള്ള നമ്പർ അവിടെ വന്നു. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് ഇതിനകത്ത് ഡാറ്റ ഇരിക്കുന്നത്. അപ്പം ഫ്രണ്ട് ഇവിടെ ഇരിപ്പുണ്ട്, റിയർ
അത് ഫ്രണ്ടും റിയറും തമ്മിലുള്ള ഡിഫറൻസ് ഫ്രണ്ട് ഇസ് ഈക്വൽ ടു റിയർ പ്ലസ് വണ്ണിലേക്ക് വന്നു. അപ്പം ഈ കണ്ടീഷൻ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഫുള്ളാണ്. നമ്മൾ ഇനി ഇൻസേർട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കണ്ടീഷൻ തെറ്റാണ്. അതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമുക്ക് നോക്കാം, പ്രോഗ്രാം നോക്കണം. മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, ഞാൻ ഈ പ്രോഗ്രാം എഡിറ്റ് ചെയ്തു. പ്രോഗ്രാം എഡിറ്റ് ചെയ്തപ്പോൾ നമ്മൾ അതുപോലെ ഫസ്റ്റിൽ പറഞ്ഞിരിക്കുക ഇഫ് ആർ ഇസ് ഈക്വൽ ടു -1 ആണെങ്കിൽ, ഇഫ് ചെക്ക് ഈ എം ടി ആണെങ്കിൽ, ഇതാണ് എഫ് ഇസ് ഈക്വൽ ടു -1 ആണെങ്കിൽ, ഇവിടെ പറഞ്ഞ കണ്ടീഷൻ എഫ് ഇസ് ഈക്വൽ ടു -1 ആണെങ്കിൽ സെറ്റ് ഫ്രണ്ട് ആൻഡ് റിയർ ടു 0 എന്നാണ്. പക്ഷേ നമ്മളിവിടെ പ്രോഗ്രാം എഴുതിയപ്പോൾ -1 എന്നായി, 0 ആണ്. അതുപോലെ താഴെയും ആർ ഇസ് ഈക്വൽ ടു ആണെങ്കിൽ 0 ആണ്. 0യിലേക്ക് സെറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഡിലീഷനിൽ ഫ്രണ്ടും റിയറും ഒരേ പൊസിഷനിലാണ് വരുന്നതെങ്കിൽ -1ലേക്ക് സെറ്റ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, അത് കറക്റ്റ്. -1. ഓക്കെ, ഇനി നമുക്ക് ചെയ്ത് നോക്കാം. ഈ വാല്യൂ ഒന്നുകൂടെ ഇൻസേർട്ട് ചെയ്ത് നോക്കാം. കമ്പൈൽ ചെയ്യുക. എൻ ക്യൂ ഫ്രണ്ട് 5 കൊടുത്തു. വീണ്ടും എൻ ക്യൂ ഫ്രണ്ട് നേരെ 6 ആണ് കൊടുക്കുന്നത്. 6 5 കഴിഞ്ഞ് ഇവിടെ 6, വീണ്ടും എൻ ക്യൂ കൊടുക്കുന്നു, 7 കൊടുക്കുന്നു. അപ്പം ഫ്രണ്ട് നേരെ ഇവിടേക്ക് വന്നു. അതേ ഫ്രണ്ട് 3ലേക്ക് എത്തി. ഈ രണ്ട് വാല്യൂ കാലിയാണ്. റിയർ വിടേണ്ടിരുന്നത്. അടുത്ത ഇൻസേർട്ട് റിയർ ആണ് കൊടുക്കുന്നത്. 2 4 then 2 3. അപ്പം റിയർ 2ലും എത്തി. ഇനി നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ എഫ് ഇസ് ഈക്വൽ ടു റിയർ പ്ലസ് എന്ന് പറയുന്ന കണ്ടീഷനാണ്. ഇത് ഓവർഫ്ലോ ആണ് വരേണ്ടത്. വീണ്ടും ഇൻസേർട്ട് ചെയ്ത് നോക്കുക. അതാണ് ഓവർഫ്ലോ വന്നത്. ക്യൂ ഈസ് ഓവർഫ്ലോ. ഇൻസേർട്ട് റിയർ കൊടുത്താലും ഇത് തന്നെ വരണം, ഓവർഫ്ലോ. കണ്ടില്ലേ? ഇനി നമ്മൾ റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യണമെന്ന് ഞാൻ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാനിവിടെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ റിമൂവ് ഫ്രം ഫസ്റ്റ് ഫ്രണ്ട് കൊടുക്കുകയാണ്. ഡി ക്യൂ ഫ്രം ഫ്രണ്ട് കൊടുക്കുമ്പോൾ ആദ്യം നമുക്ക് പോകേണ്ടത് 7 ആണ് പോകേണ്ടത്. അപ്പം ഞാൻ റിമൂവ് ഫ്രം 3 ആണ്. ഓക്കെ, എലമെന്റ് 7 പോയി. അപ്പം പിന്നെ ഇത് പോയിന്റ് ചെയ്യുന്നത് നേരെ 4ലേക്കായിരിക്കും. ഈ നമ്പർ പോയി എഫ് നേരെ തൊട്ട് ഇതിലേക്ക് വരും, ഇവിടെ വരുന്നു. വീണ്ടും ഞാൻ ഒന്നുകൂടെ റിമൂവ് എടുക്കുകയാണ്. അപ്പോൾ 6 ആണ് പോകേണ്ടത്. 6 പോയി. 6 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 4ൽ നിന്ന് ഇത് പോയി കഴിഞ്ഞാൽ അത് നേരെ അടുത്ത് 0യിലേക്ക് വരണം. ഇവിടേക്ക് വരണം. ഇത് പോയി, ഇത് നേരെ 0യിലെത്തി. ഇനിയും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പോകുന്നത്? ഇനിയും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 പോകണം അല്ലേ? 5 പോകണം. വീണ്ടും അത് തന്നെ കൊടുക്കുകയാണ്. കണ്ടില്ലേ? 5 പോയി. അപ്പോൾ അടുത്ത് ഇത് പോയിന്റ് ചെയ്യുന്ന വെക്കുന്നത് തൊട്ടടുത്ത ലൊക്കേഷനിലാണ്. ഇല്ലായിരിക്കും പോകുന്നത്. ഡിലീറ്റ്. ഇനി ഡിലീറ്റ് കഴിഞ്ഞാൽ 4 ആയിരിക്കും പോകുന്നത്. ഒന്നുകൂടെ ഡിലീറ്റ് ചെയ്ത് നോക്കാം. 4 കണ്ടില്ലേ? 4 പോയി. അപ്പോൾ ഇനി ഇത് പോയിന്റ് ചെയ്തിരിക്കുന്ന സെയിം ലൊക്കേഷനാണ്. ഇവിടെ ലൊക്കേഷനിലേക്ക്, ഇത് 2ലേക്ക്. ഇതും പോയി. ഒറ്റ എലമെന്റേ ഉള്ളൂ. ഇനി ഒന്നുകൂടെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ എം ഡിയിലേക്ക് പോകും. ഓക്കെ, ഞാൻ ഡിലീറ്റ് ഫ്രം റിയർ കൊടുത്തു നോക്കുകയാണ്. 4 ഡിലീറ്റ് ചെയ്യും. കണ്ടില്ലേ? ആ 3 ആണ് പോയത്.
അപ്പം ഇത് ഇനി ശരിക്കും പറഞ്ഞാൽ രണ്ടും -1ലേക്കായിരിക്കും പോകുന്നത്. ഇതും -1ൽ പോകും. ഇത് പോയി ഇവിടെയും വരും. ഇനി ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർഫ്ലോ ആണ് വരേണ്ടത്. അപ്പം ഡിലീറ്റ് ഫ്രം ഉണ്ടല്ലേ, അണ്ടർഫ്ലോ 4 എടുത്താൽ അണ്ടർഫ്ലോ ആണ് വരേണ്ടത്. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ക്യൂവിൻ്റെ ഓപ്പറേഷൻ. ഇനി ഞാൻ തിരിച്ചൊരെണ്ണം ചെയ്ത് നോക്കാം. ഒരെണ്ണം റിയർ വഴി ഇൻസേർട്ട് ചെയ്യാൻ. ഇൻസേർട്ട് ചെയ്തിട്ട് ഞാനിവിടെ ക്യൂവിൽ ആദ്യം വയ്ക്കുന്നത് 8 പ്ലേസ് ചെയ്തു. അപ്പോൾ 8 പ്ലേസ് ചെയ്യുമ്പോൾ റിയർ ചെയ്യുമ്പോൾ രണ്ടും നേരെ ഇവിടേക്ക് വരുന്നു. ഇത് നേരെ 0, ഇതും 0-ലെത്തും. ഞാനിവിടെ 8 അങ്ങ് പ്ലേസ് ചെയ്യാം. 8 വെച്ചു. വീണ്ടും ഇൻസേർട്ട് റിയർ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത എലമെന്റ് ഇവിടെ വരും. ഞാനിപ്പോൾ വീണ്ടും ഇൻസേർട്ട് റിയർ കൊടുക്കുക, 9 വെച്ചു. 9 വയ്ക്കുമ്പോൾ 9 ഇവിടെ വരുന്നു. റിയർ നേരെ ഇവിടെയും വരുന്നു. റിയർ 1-ലാണ്. ഇനി ഞാൻ ഇൻസേർട്ട് ഫ്രണ്ട് കൊടുക്കുകയാണ്. ഇൻസേർട്ട് ഫ്രണ്ട് കൊടുക്കുമ്പം ആക്ച്വലി നടക്കുന്ന ഫ്രണ്ട് ഇപ്പോൾ 0-ലാണ് പോയിന്റ് ചെയ്യുന്നത്. അത് നേരെ ഇവിടെ വരും. ഇവിടെ വന്നിട്ട് അവിടെ ആയിരിക്കും പ്ലേസ് ചെയ്യുന്നത്. ഇവിടെ വരും, അവിടെ ആയിരിക്കും പ്ലേസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ 7 വയ്ക്കുന്നു. ആ 7 നേരെ ഇവിടെ വരും. ഇവിടെയല്ല, 4-മത്തെ ലൊക്കേഷൻ ഇവിടെ വരും. എന്ന് പറഞ്ഞാൽ 4-ലായിരിക്കും. ഓക്കെ, ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി ഞാൻ വീണ്ടും ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ഫ്രം റിയർ. നമ്മൾ ഫ്രണ്ട് വെച്ച് ഡിലീറ്റ് ചെയ്തു. ഇനി റിയർ വഴി ഡിലീറ്റ് ചെയ്ത് ലാസ്റ്റിൽ വന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഡിലീറ്റ് ഫ്രം റിയർ 4 കൊടുക്കുമ്പോൾ ആദ്യം വരേണ്ട 9 ആണ്. ഓക്കെ, ഇതാ 9 വന്നു. 9 പോയി റിയർ നേരെ ഇവിടേക്ക് വന്നു. ഇനി വീണ്ടും ഡിലീറ്റ് ചെയ്യുമ്പോൾ ഡിലീറ്റ് ഫ്രം റിയർ 4 കൊടുക്കുകയാണ്. ഇതാ 8 പോയി. 8 പോയി കഴിഞ്ഞ് ഇതും പോയി. ഇനി നേരെ റിയർ പോയിന്റ് ചെയ്യുന്നത് ഇവിടെയാണ്. റിയർ 4-ലാണ് പോയിന്റ് ചെയ്യുന്നത്. അപ്പം ഫ്രണ്ടും റിയറും ഒരേ പൊസിഷനിൽ വന്നു. വീണ്ടും ഞാൻ ഡിലീറ്റ് ചെയ്യണം. റിയർ വഴി ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രണ്ട് വഴി ഡിലീറ്റ് ചെയ്യുക. അതെന്ന് വെച്ചാൽ അത് വഴി ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പം ഡിലീറ്റ് റിയർ വഴി വന്നുകൊണ്ട് 6 ഈ 7 തന്നെയാണോ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഡിലീറ്റ് ഫ്രം റിയർ 4 കൊടുക്കുക. 7 പോയി. അപ്പോൾ ഇതും പോയി. ഇപ്പം ശരിക്കും രണ്ടും -1ലേക്ക് എത്തും. ഇതും -1-ലാവും. ഇവിടെ -1 ആയിരിക്കും, ഇവിടെയും -1 ആയിരിക്കും. ഇനി നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അണ്ടർഫ്ലോ കണ്ടീഷൻ വരണം. എന്നല്ലേ, 4-3 കൊടുത്താൽ അണ്ടർഫ്ലോ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡബിൾ എൻഡഡ് ക്യൂ. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. നിങ്ങൾ ഈ പ്രോഗ്രാം ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഔട്ട്പുട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത എക്സ്പെരിമെൻറ്റുമായി കാണാം. ടിൽ ദെൻ ബൈ.